പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഉപ്പും മുളകും ലേറ്റിലെ ആ രണ്ടാമത്തെ കുട്ടിയുണ്ടല്ലോ, നന്ദന എന്ന് പറയുന്ന ആ ഒരു വിവാഹം ഉറപ്പിച്ച ആ ഒരു പയ്യനോടൊപ്പം തന്നെ ഇറങ്ങിപ്പോയ ആ പെൺകുട്ടിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഈ നന്ദന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വിവാഹം വളരെ നല്ല രീതിയിൽ മംഗളമായിട്ട് നടന്നു. ഗുരുവായൂർ വെച്ചാണ് നടന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ വന്ന വിവാദങ്ങളെ കുറിച്ചും സംസാരിക്കാനുണ്ട്. അപ്പൊ ഈ വീഡിയോ ഒന്ന് ആദ്യം നിങ്ങൾ കണ്ടുനോക്കിയേ. അപ്പം ഗോകുലിന്റെയും നന്ദനയുടെയും വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നടന്ന ഈ വിവാഹം, എല്ലാ വിവാഹ മംഗളാശംസകളും ഞാൻ നേരുന്നു. എന്തായാലും അവരുടെ ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഇനി അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നന്ദനയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ സ്വാഭാവികമായിട്ട് പിണക്കത്തിലാണ്. അതുകൊണ്ട് കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നന്ദനയുടെ സഹോദരി അഞ്ജന അനിൽകുമാർ, പുള്ളിക്കാരിയും ഹസ്ബൻഡും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു. ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് എനിക്ക് അസൂയ എന്താവശ്യം ഞാൻ ചോദിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് എനിക്ക് പലരോട് അസൂയ തോന്നേണ്ടത്? എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണിത്. അദ്ദേഹത്തിന് ആരോ വിഷമിപ്പിക്കുന്ന ചോദ്യമൊക്കെ എന്തോ ചോദിച്ചെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നിട്ട വീഡിയോ, ഇന്നാണ് കല്യാണം കഴിഞ്ഞത്, പക്ഷെ ഇന്നലെ ഇട്ട വീഡിയോ ആണ് ഇപ്പൊ കണ്ടത്. എന്തായാലും കല്യാണത്തിന് വിളിക്കാത്തതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, എന്തായാലും ബാക്കി കൂടെ കേട്ടു നോക്കാം. വലിയ വീട് കണ്ടിട്ടാണ്, എഡ്യൂക്കേഷൻ കണ്ടിട്ടാണ്, സൗന്ദര്യം കണ്ടിട്ടാണ്. എടോ പലർക്കും പല രീതിയിലാവും അല്ലേ? ഇപ്പൊ പൃഥ്വിരാജ് കോടികളുടെ സിനിമ ഇറക്കുന്നുണ്ട്, എനിക്ക് അയച്ചിട്ട് പൃഥ്വിരാജിന് ഇഷ്ടമല്ലാതെയാവും. ഞാൻ പടം കാണാതിരിക്കുന്നത് ലൈഫിൽ പലരും പല രീതിയിലാണ്. അത് എനിക്ക് ഓക്കെയാണ്, ഞാൻ അങ്ങനത്തെ വിശ്വസിക്കുന്നത്. അത് എന്താ പറയാ, മറ്റുള്ളവർ അതാണ് അതിൽ എനിക്ക് അസൂയപ്പെടേണ്ടത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരാളുടെ കഴിവ് കണ്ടോ, സൗന്ദര്യം കണ്ടോ, പണം കണ്ടിട്ടോ ഒന്നും നമ്മൾ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കഠിനാധ്വാനം ചെയ്യണം, കഷ്ടപ്പെടണം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും അതുപോലെ എത്താനായിട്ട് പറ്റും. എന്നാൽ ഈ പറഞ്ഞ കാര്യത്തിനോട് 100% യോജിക്കുന്നു. ബാക്കി കൂടെ കേട്ടു. കൺഗ്രാറ്റ്സ് പറയേണ്ടത് കൺഗ്രാറ്റ്സ് പറയും, സോറി പറയേണ്ടത് സോറി പറയും, ദേഷ്യം പറഞ്ഞത് ദേഷ്യം പറഞ്ഞു. അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുക്കും ചെയ്യും. അല്ലാതെ അസൂയ എന്ത് ഈ ചോദിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് പൊട്ടന്മാരാണോ അറിയാത്തോണ്ട് ചോദിക്കണേ? ഞാൻ പറഞ്ഞത് ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ടൈമത്തെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളിപ്പോ സ്വർഗത്തിലാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈയിടെയായിട്ട് എല്ലാവരും സ്വർഗത്തിലാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബാലയണ്ണം വന്നിട്ട് പറഞ്ഞു ഞാനിപ്പോ സ്വർഗത്തിലാണ്. അത് ആദ്യത്തെ കല്യാണം കഴിച്ചപ്പോഴും പറയും, രണ്ടാമത്തെ കല്യാണം കഴിച്ചപ്പോഴും പറഞ്ഞു, മൂന്നാമത്തെ കല്യാണം കഴിച്ചപ്പോഴും പറഞ്ഞു ഞാൻ സ്വർഗത്തിലാണെന്ന്. ആ ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഇത്. സത്യം പറഞ്ഞ ബാലയണ്ണനെ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടുവന്നത് ആ ഒരു പറച്ചില് കൊണ്ട് കൊണ്ടുവന്നേ കേട്ടോ. ആ ഒരു സ്വർഗത്തിലാണ്, അവരും ഇവരൊക്കെ സ്വർഗത്തിലാണല്ലോ, അതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിലാണോ? അതാണ് എന്റെയും ആഗ്രഹം. ഞങ്ങൾ പിന്നോട്ട് ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സ്വർഗത്തിലാണ്. ഞാൻ വന്ന വഴി മറക്കണവരല്ല ഞങ്ങൾ ഇന്നും ഓരോ ദിവസം പോലെ പണ്ടത്തെ ആലോചിക്കാത്തവരല്ല ഞങ്ങൾ ഇന്നും അല്ല. ശരിയാണ്, വന്ന വഴി മറക്കാതിരിക്കുക വളരെ വലിയ കാര്യം തന്നെയാണ്. വന്ന വഴി മറക്കരുത് ഒരിക്കലും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മളൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കിടന്ന് മെഴുകി അതിലിങ്ങനെ അതിന്റെ അടുത്ത് പോലും വരാതെ അതിന്റെ ഇപ്പുറത്ത് കിടന്ന് മെഴുകിയിട്ട് കാര്യമില്ല. ഞാൻ അതല്ല ഉദ്ദേശം, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഒരു വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്ന ഒരു ടൈപ്പ് സംസാരം ഉണ്ടല്ലോ. അതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി അതെന്താണെന്ന് മനസ്സിലാക്കി അത് പറഞ്ഞ് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. ബാക്കിയും കൂടെ കാണാം. എന്ത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളെ തീരുമാനത്തിലേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ തീരുമാനം എടുക്കും, വേണോ വേണ്ടേ. ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ തീരുമാനം എടുത്തോണ്ട് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഞങ്ങളെ കൂടെ ഉള്ളത് ഇല്ലേ. അത് ഞങ്ങളുടെ എഫേർട്ട് തന്നെയാണ്. വേറെ ഒരാളെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിട്ടും ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടും അല്ല ഞങ്ങൾ ചെയ്യും. പറഞ്ഞ ഇവര് പറയുന്നതെല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തീരുമാനം എടുക്കുന്ന കപ്പിളാണെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ, പരസ്പരം റെസ്പെക്ട് ചെയ്യണ്ടേ. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ച് മോശം കമന്റും കാര്യങ്ങളും വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൊന്നിറങ്ങുമ്പോഴായാലും അവളുടെ ആ എടുത്ത ഡ്രസ്സ് അല്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ അസൂയപ്പെടാം. അതൊക്കെ കുഞ്ഞു കുട്ടികളോട് പറയുന്ന പോലെ. എന്തായാലും പാസ്റ്റ് ഒക്കെയാണ് പറയുന്നത്, എന്തായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. പാസ്റ്റ് അങ്ങനത്തോട് പോയിട്ട് പറയണം ഈ അസൂയ. ഞങ്ങൾക്ക് ആ പരിപാടി ഇല്ല, ഉള്ളത് ഞാൻ ഓപ്പൺ ആയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നത് ഒരു തെറ്റ് ഞാൻ കാണുന്നതിൽ എന്താവശ്യത്തിനാണ് ഞങ്ങൾക്ക് മറ്റുള്ളവരോട് അസൂയപ്പെടേണ്ടത്? എന്താ കാര്യം ചോദിക്കുന്നതിന് ഇവർ പറയുന്നത് അസൂയ എന്താ കാര്യം? അതാദ്യം അറിയണ്ടേ. ഫാമിലി പിന്നെ ഫാമിലി കൂടെ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഇല്ല, എന്താ ഫാമിലി ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കണില്ലേ? ഞങ്ങൾക്ക് ഒരാളടുത്ത് ഇതിപ്പോ പറച്ചിലൂടെ ഫുള്ള് ഞങ്ങളുടെ കുറ്റങ്ങൾ, ഞങ്ങൾക്ക് അസൂയാണ്, ഞങ്ങൾക്ക് ഒരു തേങ്ങയില്ല. ആദ്യം മനസ്സിലാക്കി കൂടെ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ ഉള്ളൂ. അത് മനസ്സിലാക്കുമ്പോൾ വന്നാൽ മതി. ഫാമിലി കാര്യങ്ങളല്ലാതെ എല്ലാവരും കൂടെ നിൽക്കുന്ന ഫാമിലി കുറ്റം പറഞ്ഞിട്ടോ അത് ചീത്ത പറഞ്ഞിട്ടോ അവരെ തിരിഞ്ഞിരിക്കുമ്പോൾ കുറ്റം പറയാം അല്ലെങ്കിൽ കൂടെ ചിരിച്ചു കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ
ശരിയാണ്. എന്തായാലും ഇപ്പൊ നമ്മള് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എന്നാലും നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ല. എന്തായാലും പുള്ളിക്കാരി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളിക്കാരൻ അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കാണിച്ചതിന് വേണ്ടിയിട്ട് ഒരു കുത്തു കൊടുക്കുവാണ്. അപ്പൊ ബാക്കിയും കൂടെ കാണാം. എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനത്തെ വിശ്വാസത്തിന്റെ കാര്യം നിങ്ങൾക്ക് അമ്മയെ തന്നെ മിസ് ചെയ്യുന്നില്ലേ? എന്നോടായിരിക്കില്ല, എന്റെ അമ്മേന്റെ കൂടെ എനിക്ക് മിസ് ചെയ്യാൻ മിസ് ചെയ്യാനൊക്കെ എന്താ എന്റെ അമ്മേനെ എനിക്ക് എന്റെ അമ്മേനെ കാണണം. പിന്നെ ഒരു കാര്യം തന്നെ, എന്റെ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരും ഉണ്ട്. എന്റെ അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ പറയുന്നത് വീട്ടുകാരുമായിട്ട് ഷെബിന്റെ വീട്ടുകാരുമായിട്ട് കണക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇവര് വേറെയാണല്ലോ താമസിക്കുന്നത്. അതിനെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയും കൂടെ കാണാം. കാര്യങ്ങളും ബന്ധക്കാരന് പുറമെ നാട്ടുകാർക്കാണ് ശുക്ലാം എന്താ പറയുന്നേ ഉക്രാണം കൂടുതൽ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ അടുത്ത് കല്ലറ പോണതും അമ്മയ്ക്കൊന്നും കൊടുക്കില്ല. ഇതോ ഞാൻ പറഞ്ഞേ അത്ര ദണ്ണുണ്ടെ നിങ്ങൾ ചെയ്യുക കാര്യങ്ങള്. ഇത് സ്വന്തം വീട്ടിലത്തെ സ്വന്തം കാര്യം മന്ദകാലമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ വലിയ നല്ല സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ ഈ ഷെബിൻ എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് റിയാക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കാണ്. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ അതിനായിട്ട് പറയാനുള്ള, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഒരു Q&A ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊന്നും റെസ്പോൺസ് ചെയ്യാതിരിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ Q&A ആയിട്ട് ചെയ്യാണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് റെസ്പോൺസ് ചെയ്യാതിരിക്കുക. എനിക്ക് ഏറ്റവും അറിയുന്ന പേഴ്സണലി അറിയാൻ അപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളുണ്ട്. ആളെ ഭാര്യ എന്നിട്ട് നല്ല പുള്ളി ചമയാ. ഇപ്പഴും ഞാൻ അറിഞ്ഞേ അതിന്റെ കൂടെ വിളിച്ചോടി എന്താണ് നമ്മൾ വിളിച്ചോടി കുട്ടി പറയുന്നത്? അല്ല, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സംസാരിക്കുന്നത്? നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ പറയേണ്ടത്? അല്ല, നിങ്ങൾക്ക് ഇരുന്ന് അങ്ങോട്ട് സംസാരിച്ചപ്പോ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുന്നത്? നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് പറയുക കേട്ടോ. എന്നിട്ടാണ് എനിക്ക് ഒളിച്ചോട്ടം അതോ അതൊന്നും പ്രശ്നമല്ല, അവരുടെ മോളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഞങ്ങളെ കുറ്റം പറയാൻ വരുന്നത്. മനസ്സിലായി. സ്വന്തം കാലിലെ മന്ത് മറച്ചു വെച്ചിട്ട് മറ്റൊരു മഞ്ഞപ്പിത്താന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതിന്റെ ഞങ്ങളേക്ക് എത്തിയിട്ടുണ്ട്. സ്വന്തം കാര്യം ചേച്ചി ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണും. അതിനെ പറ്റി ഒരു സമ്മതം ചോദിച്ചിട്ട് കണ്ടാൽ ഞാൻ ആളോട് ചോദിച്ചു. നമ്മുടെ ലൈഫിൽ നമ്മുടെ മറ്റൊരു വീട്ടിൽ എന്താ ചെയ്യാനേ, മറ്റുള്ളവർ കേസ് ഇറങ്ങാൻ പോകേണ്ട കാര്യമില്ല. മറ്റൊരു വീട്ടിൽ കഞ്ഞി വെച്ചിട്ടുണ്ടോ ചോറ് വെച്ചിട്ടുണ്ടോ അത് അവർക്ക് ഇങ്ങനെയെങ്കിലും ജീവിച്ചോളും. അല്ലാതെ നമ്മുടെ വീട്ടില് കഞ്ഞില്ല ഒന്നുമില്ല പറഞ്ഞിട്ട് ഇവിടെ ബിരിയാണിയാണ്, അവിടെ കഞ്ഞി പോലും ഇല്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എന്താണ് ഇപ്പൊ ഇതിങ്ങനെ കഞ്ഞി വെച്ച കാര്യമൊക്കെ പറയുന്നത്? ഇത് ഇവര് തന്നെ കാണിക്കുന്ന കാര്യമല്ലേ? എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞ ഇവര് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾക്കല്ലേ ആൾക്കാർ കമന്റ് ഇടുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം, ഒരു ഫാമിലി കപ്പിൾസ് അല്ലെന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അപ്പൊ ഫാമിലി വ്ലോഗാണ്. അപ്പൊ അതെല്ലാ ദിവസവും കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാണ്ടിരിക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്താണ് നിങ്ങളത് കാണിക്കാത്തത്, എന്താണ് ഇതെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ എന്തിയെ? കുട്ടികൾ എവിടെ പോയി? കുട്ടികളെ ഇന്ന് കാണിച്ചില്ലല്ലോ, അന്നുണ്ടെങ്കിൽ കൊച്ചിനെ കാണിച്ചില്ലല്ലോ, അമ്മ എവിടെ പോയി, ചേച്ചി എവിടെ പോയി, അനിയത്തി എവിടെ പോയി എന്നൊക്കെ എല്ലാവരും ചോദിക്കും. അത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ എന്തോ ഇതൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പറയാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഫാമിലി വ്ലോഗേഴ്സ് ആണ്. അത് കാണിക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓരോന്ന് ചോദിക്കും. അത് സ്വാഭാവികമാണ്. കാര്യം നിങ്ങൾ തന്നെ കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ ഡെയിലി കാണിക്കുന്നതാണ്. അതാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടായി, ഞങ്ങൾ കഴിക്കും. നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുക. അല്ലാതെ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് അവനങ്ങനെയാണ് ഇവിടത്തെ ഈ പാരദൂഷണ ടീമാ, ഈ കുടുംബശ്രീ പോലത്തെ അവിടെ പോയി കുറ്റം പറഞ്ഞിട്ട് സന്തോഷം കണ്ടെത്തുന്ന ടീമോളെ ഇതൊക്കെ കുറെ ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൊക്കെ. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് കൂടുതലേക്ക് പറയാനില്ല. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പിന്നെ എനിക്ക് മറ്റേ ബോധിപ്പിക്കുന്ന ഞാനൊരു ചേച്ചി എന്നൊന്നല്ലല്ലോ. പിന്നെ ഇപ്പോൾ ഫാമിലി ആയിട്ട് നല്ല കുഴപ്പമില്ല സ്നേഹത്തോടെ പോകുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം അവരോട് പറഞ്ഞില്ലെങ്കിൽ നാളെ അച്ഛനും ചോദിക്കില്ല, നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിലും പിന്നെ ഞങ്ങളോട് മുന്നിൽ എന്താ അർത്ഥമല്ലെന്ന് ചോദിക്കില്ലെന്ന് ഇവനോട് ചോദിച്ചു. ശരിയാണ്, നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്നവരോട് നമ്മൾ ഒരു കാര്യം മറിച്ചെങ്കിൽ ശരിയല്ല, അവരെ ബാധിക്കുന്ന കേസ് മറിച്ചെങ്കിൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടില് സുനാമി വരാൻ പോകുന്ന അല്ല മുല്ലപ്പെരിയാർ പൊട്ടാന്ന് വിചാരിക്കാം. മെയിൻ ആയ ഈ മുല്ലപ്പെരിയാറിന്റെ ഡാമിന്റെ മുകളിൽ നമുക്ക് മനസ്സിലായി ഇത് പൊട്ടുന്നുള്ളത്. ആളെന്താ ചെയ്യാം? വേണ്ട അതോറിറ്റീനെ അറിയിച്ചിട്ട് നമ്മുടെ ഗോകുൽ എന്ന് പറയുന്ന ഒരു സുനാമിയൊക്കെ ആയിട്ടാണ് ഇവര് താരതമ്യം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദന ചെയ്തതും സെയിം ഒളിച്ചോട്ടം തന്നെയാണ്, ഇവര് ചെയ്തതും സെയിം ഒളിച്ചോട്ടം തന്നെയാണ്. ഈ പൊന്നൂസ് എന്ന് പറയുന്നത് ആദ്യം വേറൊരു കല്യാണം ഉറപ്പിച്ച് ഒരു പയ്യനുമായിട്ട് ഉറപ്പിച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷെബിനുമായിട്ട് ഒളിച്ചോടി പോയത്. പക്ഷെ നന്ദന ചെയ്തതെന്ന് പറയുന്നത് നന്ദന കല്യാണം ഉറപ്പിച്ച ആ പയ്യനുമായിട്ട് തന്നെയാണ് ഒളിച്ചോടി പോയത്. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലേ അല്ലാതെ പൊട്ടിയിട്ട് ഇനി ബാക്കിയൊക്കെ ആവാന്നാണോ ചിന്തിക്കുക? ഞങ്ങളും അറിഞ്ഞപ്പോ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാരോട് അറിയിച്ചു, അത്രമാത്രം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ചോദ്യമല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല എന്നുള്ളത്. അത്രേ ഉള്ളൂ. അത് നമ്മള്
നല്ല രീതിക്ക് എടുക്കാം, നെഗറ്റീവ് എടുക്കണം, നെഗറ്റീവ് എടുക്കാം, രണ്ട് രീതിക്കും ഇത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ചിന്തിച്ചത് നല്ല രീതിക്കാണ് ഞാൻ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഭയങ്കര പിണക്കൊക്കെ ആയിരുന്നു, ഇപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ല രീതിയിലാണ് പോകുന്നത്. എന്തായാലും ശരിക്കും ഞാനൊരു കാര്യം എന്റെ ഒരു ഒപ്പീനിയൻ പറയുവാണ്, ഈ ഷെബിനും ഈ പറയുന്ന പൊന്നൂസും കൂടി വന്നിട്ട് ഇവരെ കുറ്റം പറയുന്നുണ്ടല്ലോ, ഇവരെയും രണ്ടുപേരെയും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളും ചെയ്തത് ഒരേ കാര്യം തന്നെയാണ്, ഒളിച്ചോട്ടം തന്നെയാണ് അവരും ചെയ്ത്. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് വന്ന് പബ്ലിക്കിൽ എല്ലാവരുടെ മുന്നിലും നാണം കിടുന്നത്? നിങ്ങൾക്ക് തന്നെയല്ലേ എന്റെ നാണക്കേട്, നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയല്ലേ എന്റെ നാണക്കേട്, ബാക്കി കൂടെ കാണാം. ചോദിച്ചാൽ മറുപടി കൊടുത്തു. നാളെ എനിക്ക് സ്ഥലം പോകണ്ട, അതോ അത് ഞാൻ നാളെ രാവിലെ പോകണ്ട, എനിക്ക് പോകണം. പറഞ്ഞിട്ടില്ല നാളെ രാവിലെ ഗുരുവായൂർ വരെ പോകാനുള്ളതെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണിത്. അപ്പം അനിയത്തിയുടെ കല്യാണം കാണാൻ പോകാനുള്ള ആ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇന്നാണ് അവരുടെ കല്യാണം എന്നുള്ളത്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അവര് വിളിച്ചിട്ടില്ലല്ലോ, എങ്ങനെ വിളിക്കാനാണ്, അതിനെ കുറിച്ചും പറയുന്നുണ്ട്. എനിക്കൊന്നും അതിന് ഇഷ്ടമാണ്, കാത്തുനിന്ന് സ്മൈലിട്ടുണ്ട്. അത് കിട്ടാനാണ് ഇത് കിട്ടാൻ. ഞാൻ ഒരു കാര്യം, നമ്മൾ ഇപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ കാര്യം വന്നിട്ടുള്ളൂ, ആ ഒരു നിലപാട് ഞങ്ങൾ ഇന്നും എന്നും ഉറച്ചിരിക്കുന്ന ആൾക്കാർ തന്നെ. വേണ്ട, കാരണം എന്തുണ്ടെങ്കിലും പിള്ളേർ അങ്ങനെയാണ് കല്യാണം. ഇപ്പൊ നിങ്ങൾ കല്യാണം മുടക്കാൻ ശ്രമിച്ചു. ഞാൻ എന്തിനാ പറഞ്ഞു, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടായിട്ടാ. എനിക്കൊന്നും വീഡിയോയിൽ പറഞ്ഞോണ്ട് എനിക്കറിയില്ല. ഈ വ്യക്തിയുടെ കല്യാണം ആകുമ്പോൾ എനിക്ക് ഗോൾഡ് മേടിച്ചു തരാനായിരുന്നു അമ്മ പറഞ്ഞത്. അന്നേ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്കൊന്നും വേണ്ട. എന്നാലും ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരുടെയും ഭാഗം പിടിച്ചൊന്നും സംസാരിക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിൽ എൻജോയ് ചെയ്ത് പോവുക, അവരവരുടെ ലൈഫിൽ എൻജോയ് ചെയ്ത് പോട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവർ കല്യാണം കഴിച്ചത് ഇപ്പൊ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു, ജീവിതം തുടങ്ങി. അപ്പൊ നിങ്ങളും ജീവിതം അടിപൊളിയായിട്ട് തുടങ്ങി, അതുകൊണ്ട് അച്ഛനും അമ്മയും എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് വെറുതെ വഴക്കും വെക്കാനോ ഒക്കെ ഇട്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. എന്തായാലും വേറൊരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇനി അമ്മ വരും അടുത്തൊരു വീഡിയോ ആയിട്ട്, മക്കൾ ഇങ്ങനെ ചെയ്തു, മോളിങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്ത്, അവള് നഷ്ടപ്പെട്ടു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും കൂടെ വരും, അതൊരു ഇത്. പിന്നെ ലാസ്റ്റ് ഇവർ ഈ കപ്പിൾസ്, പുതിയ ന്യൂ കപ്പിൾസ് വരും. അങ്ങനെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാണ് വെറുതെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. എന്തിനാണ് ഇതിന്റെ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കിടന്ന് പറയുന്നത്? എന്തിനാണ് നാണം കിടന്നത്? സ്വയം എന്തോ പറയുമല്ലോ, സ്വയം നാറുന്ന എന്തിനാണ്? അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാം, എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ സ്വർഗ്ഗത്തിൽ ജീവിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിനിയും ഇതുപോലുള്ള കുറെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.